നമ്മുടെ ഇന്ത്യയിലെ പല ഭാഗത്തും ഒരുപാട് ദുരന്തങ്ങളുണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിനോടെല്ലാം മുൻപന്തിയിൽ നിൽക്കത്തക്കവണ്ണമുള്ള അത്രത്തോളം ദുരിതം വിതച്ച ദുരന്തമായിരുന്നു നമ്മുടെ വയനാട് കണ്ടത്. ഈ വയനാടിൻ്റെ ദുരന്തം യഥാർത്ഥത്തിൽ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടായിരിക്കണം നമ്മുടെ ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശിക്കാനിടയായത്. അദ്ദേഹം വന്ന് ഒരു കുട്ടി എടുത്തതിന് ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് പോയി. അതിനെ ആശ്ലേഷിച്ചിട്ട് പോയി. നല്ല കാര്യമാണ് ചെയ്തത്. എന്നിട്ട് ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ബുദ്ധിമുട്ടില്ല, പണത്തിൻ്റെ കുറവുണ്ട്, നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് അദ്ദേഹം അവിടെ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഒരു നയാ പൈസ പോലും കേന്ദ്ര ഫണ്ട് ഈ വയനാടിന് കൊടുക്കുന്നില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്ക് രാഷ്ട്രീയ വിരോധം കാണിക്കാനുള്ള ഒരു സമയമാണോ ഇത്? അതായത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭാഗം തന്നെയല്ലേ? നിങ്ങളുടെ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇത് ഇന്ത്യയുടെ ഭാഗമല്ല കേരളം എന്ന് തോന്നും. ഇന്ത്യയിലെ ഒരു സംസ്ഥാനമല്ലേ കേരളം? ഇവിടുത്തെ ജനങ്ങളും നികുതി പണം കൊടുക്കുന്നില്ലേ? അവർക്ക് അങ്ങനെ ഒരു ദുരന്തം ഇവിടെ ഉണ്ടായപ്പോൾ അതിനെ അതിഗുരുതരമായ ദുരന്തം എന്ന്, അതായത് അത് ദേശീയ ദുരന്തം എന്നുള്ള വാക്ക് ഇതുവരെ എങ്ങും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് ഇനി അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വേണ്ട. അത്ര അതീവ ഗുരുതരമായിട്ടുള്ള ദുരന്തം മതിയല്ലോ. അങ്ങനെ പ്രഖ്യാപിക്കാനെങ്കിലും നിങ്ങൾ തയ്യാറാവണ്ടേ? പ്രഖ്യാപിക്കുന്നത് മാത്രം മതിയോ? അതിന് പണം കൊടുക്കണ്ടേ? ഇവിടെ ആ നാടൊന്ന് കെട്ടിപ്പൊക്കണമെങ്കിൽ, ഒന്ന് ശരിയായി വരണമെങ്കിൽ, ആ പാവങ്ങളുടെ കണ്ണീരിനൊരു ശമനം ഉണ്ടാവണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായം വേണ്ടേ? കേന്ദ്ര ഗവൺമെൻറ്റിന് ഞാൻ പറയുന്നില്ലേ, ഇവിടെ എല്ലാവരും നികുതി കൊടുക്കുന്നവരല്ലേ നമ്മളെല്ലാവരും. ഈ നികുതി പണത്തിൽ നിന്നുള്ള പണമല്ലേ എല്ലാ സ്റ്റേറ്റിലും ഉപയോഗിക്കുന്നത്. ഒരു ചിറ്റമ്മ നയം പോലെ മറ്റ് സ്റ്റേറ്റുകളോട് കാണിക്കാത്ത ഒരു വിരോധം എന്തിന് കേരളത്തിനോട് കാണിക്കുന്നു? ഇവിടെ ഈ ഇടതുമുന്നണി ഭരിക്കുന്നത് കൊണ്ടാണോ ഈ ചെയ്യുന്നത്? BJPയുടെ ഭരണം ഇല്ലാത്തത് കൊണ്ടാണോ ഈ ചെയ്യുന്നത്? ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ചിറ്റനയമുണ്ടല്ലോ, ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ നമുക്കൊരു മഹാനായ മന്ത്രി ഉണ്ടല്ലോ BJPക്ക്, ഒന്നല്ല 2 മന്ത്രിമാർ. ഇവിടുന്ന് ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറന്ന് MP ആയിട്ടൊക്കെ ജയിപ്പിച്ച് വിട്ട നമ്മുടെ ഒരു മന്ത്രി, മഹാനായ മന്ത്രി, ഇതും വേറൊരു മന്ത്രിയുണ്ട്. ഈ മന്ത്രിമാർ ഇത് കാണുന്നില്ലേ? നിങ്ങൾ കേന്ദ്ര ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കാത്തത് ഏതാണ്ടൊക്കെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടൊക്കെ ആണല്ലോ ഇവിടുത്തെ നിങ്ങളൊക്കെ ജയിച്ചു പോയത്. അപ്പോൾ ആ പ്രഖ്യാപനത്തിന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നിരിക്കും, ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല എന്ന് തുടങ്ങി ഒരുപാട് പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അതൊന്നും വേണ്ട. ഈ വയനാട്ടിലെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ കേന്ദ്ര ഫണ്ട് ഇങ്ങോട്ട് അയക്കാനായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്താ ഒരു സമ്മർദ്ദം ചെലുത്താത്തത്? ഇല്ലെങ്കിൽ കളഞ്ഞിട്ട് പോണം മിസ്റ്റർ, നിങ്ങളിത് വേണ്ടെങ്കിൽ വയ്യെങ്കിൽ. കാരണം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ. അല്ല നിങ്ങൾ ഇത് ഈ ഓരോ സ്ഥലത്ത് അത് ഇന്ന സ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ബീഹാറിനുണ്ട് കേട്ടോ, പിന്നെ UPക്ക് കൊടുക്കും, ആന്ധ്രയ്ക്ക് കൊടുക്കും. കാരണം നിങ്ങളുടെ ഭരണം പിടിച്ചു നിർത്തണം. അതല്ലല്ലോ വേണ്ടത്. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനല്ലേ വില കൊടുക്കേണ്ടത്? ഇവിടെ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന ആളുകളില്ലേ? മണ്ണിനടിയിൽ എത്ര പേര് പോയി, എണ്ണമില്ലാത്ത ആളുകൾ പോയിട്ടുണ്ട്. അതിനൊന്നും ശരിയായ കണക്ക് പോലും ഇല്ല. അതാണ് കാര്യം. അതപ്പോൾ ഇനി അതും പറഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കണക്ക് പെരുപ്പിച്ച്, അവർ കണക്ക് പെരുപ്പിച്ച് കാണിച്ചോട്ടെ. പെരുപ്പിച്ച് കാണിച്ചാൽ നിങ്ങൾ പെരുപ്പിച്ചത് മുഴുവൻ കൊടുക്കണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് ശരിയെന്നുള്ളത് നിങ്ങൾ കൊടുക്കണ്ടേ? ഒന്നും കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നതാണോ നിങ്ങളുടെ നയം? ഏതായാലും ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടിട്ട് പോയതാണല്ലോ. ഇത്രത്തോളം ഗുരുതരമായ ഒരു ദുരന്തമല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുമോ? ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കി അത്രത്തോളം വലിയ ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇത്രയും നാൾ മൗനം എന്താണ്? വിദേശ രാജ്യങ്ങളിൽ കറങ്ങിടന്നാൽ ഈ പാവങ്ങളുടെ കാര്യം നടക്കുമോ? അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ നാടൊന്ന് ശരിയായിട്ട് ഒന്ന് വരണ്ടേ? അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാകണ്ടേ? അവിടെ വീടുകൾ ഉണ്ടാവണം ഇത്രയും ആളുകൾക്ക്. ഇതൊന്നും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിട്ടിയ 684 കോടി രൂപ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊന്നും ആവുകയില്ല. അവിടെ വേണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിലുള്ള കേന്ദ്ര ഫണ്ട് കൊടുക്കണം. അതിന് കേരളത്തിന് അവകാശമുണ്ട്, വയനാടിന് അവകാശമുണ്ട്. പിന്നെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിച്ച് ജയിച്ചു പോയി എന്നുള്ളത് ആയിരുന്നു അന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലല്ലോ. അദ്ദേഹം അവിടുത്തെ MP സ്ഥാനം രാജിവെച്ചിട്ടാണല്ലോ അദ്ദേഹം വേറെ ഒരു സ്ഥലത്തെ MP ആയിട്ട് മാറിയത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ
നിർബന്ധമായിട്ടും ഈ രാഷ്ട്രീയ വിരോധം കാണിക്കാതെ ആ നാടിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. വയനാട് തൃശ്ശൂരല്ല, അതുകൊണ്ടായിരിക്കാം നിങ്ങളൊന്നും കൊടുക്കാത്തത്. വയനാട് അങ്ങ് തൃശ്ശൂരായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുമായിരുന്നല്ലോ. അതല്ല, ആ കാഴ്ചപ്പാടല്ല വേണ്ടത്. ശരിയായ ഒരു കാഴ്ചപ്പാട് വേണം. എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു കണ്ണ് നിങ്ങൾക്കുണ്ടാവണം. അതാണ് നിങ്ങൾ ഭരിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇത് BJP യുടെ വകയൊന്നും അല്ലല്ലോ. ഇതൊന്നും ജനങ്ങളുടെ അല്ലേ, ജനങ്ങളുടെ പണമല്ലേ. ആ നികുതി പണത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്കാൻ അർഹതയുള്ളത് കൊടുക്കുക. കൂടുതൽ കൊടുക്കണമെന്നല്ല പറയുന്നത്, കൊടുക്കണ്ടേ. കേന്ദ്ര ഫണ്ട് ഇല്ല, ഇപ്പോൾ കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കത്തില്ല. ആ ഒരു കാഴ്ചപ്പാടെന്ന് പറയാൻ നിങ്ങളുടെ ആ ധാർഷ്ട്യമുണ്ടല്ലോ, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിലെ ജനങ്ങൾ ബാക്കിയുള്ളിടത്ത് കൊടുക്കുമ്പോൾ അവർ കണ്ണു തുറന്ന് കാണുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും കൊടുക്കാത്തത് ഞങ്ങളൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ട്.